ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഹരം എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവവചനത്തിൻ്റെ കീഴിൽ വീണ്ടും ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നമ്മോട് സംസാരിക്കാൻ വലിയ ദാഹത്തോടെ, ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഏറ്റവും വലിയ മുഖാന്തരമാണ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളത്. എന്നാൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, വചനം യേശുക്രിസ്തുവാണ്, വചനം സ്വീകരിക്കുന്നവൻ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. നമുക്ക് വ്യക്തമായിട്ടറിയാം, കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരിശുദ്ധകാലത്ത് ഇങ്ങനെ അരുളി ചെയ്തു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 23 വാക്യം, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും, അവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവനോട് കൂടെ വസിക്കും. ദൈവം നമ്മിൽ വസിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം കേട്ട് അതിൽ വിശ്വസിച്ച് അനുസരിക്കണമെന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാനമായ കാരണം ദൈവവചനത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വിശ്വസിക്കുന്നവരോട് കൂടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ അടയാളങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം പരിശോധിക്കണം, ദൈവത്തിൻ്റെ വചനം കേട്ട് അതിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുന്നത്. എബ്രായ ലേഖനം 4 അധ്യായം അതിൻ്റെ 2 വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, നാമും അവരെ പോലെ സുവിശേഷം കേട്ടവരായിരുന്നു, എങ്കിലും കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് അവർക്കത് ഉപകാരമായി തീർന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ടതുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ വചനം കേട്ടത് വിശ്വസിക്കുമ്പോഴാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്, ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയുന്നത്. അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായി തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്, ദൈവത്തിൻ്റെ വചനം എന്താണോ ദൈവം സംസാരിക്കുന്നത് അതങ്ങ് വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോഴാണ് അനുഗ്രഹം, വിശ്വസിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ, വിശ്വസിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായി ദൈവമായി സ്വീകരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വചനം കേൾക്കുക മാത്രം ചെയ്യാതെ, കേൾക്കുന്ന വചനം കേട്ട് ആ വചനം വിശ്വസിച്ച് അനുസരിക്കുമ്പോഴാണ് അത് അനുഗ്രഹമായി മാറുന്നത്. കർത്താവ് വചനം ഇങ്ങനെ പറയുന്നു, വിശുദ്ധ മത്തായി ശ്ലീഹന്റെ സുവിശേഷം 13 അധ്യായം അതിൽ 27 വാക്യം, അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചില്ല. ഇത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വന്തം ദേശത്ത് ചെന്നപ്പോൾ അവിടെ ഒരു അത്ഭുതവും പ്രവർത്തിക്കാൻ യേശുവിന് സാധിച്ചില്ല. അതിൻ്റെ കാരണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു, അവരുടെ അവിശ്വാസം നിമിത്തം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരിശുദ്ധയുടെ കാലഘട്ടങ്ങളിൽ തൻ്റെ സ്വന്തം ദേശത്ത് വന്നപ്പോൾ അവരെല്ലാം പറഞ്ഞു, ഇവനാ തച്ചൻ്റെ മകനല്ലേ, ഇവനാ മറിയുടെ മകൻ, ഇവനെ നമുക്കറിയാൻ പാടില്ലേ, ഇവൻ്റെ സഹോദരങ്ങൾ നമുക്കറിയാമല്ലോ, ഇവനാ മരപ്പണിക്കാരനല്ലേ. യേശുവിനെ ഒരു സാധാരണ മനുഷ്യനായി, ഒരു വ്യക്തിയായി അവർ കണ്ടു. യേശുക്രിസ്തുവിയുടെ ദൈവത്വം വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട്, യേശുക്രിസ്തു കർത്താവാണ് ദൈവമാണെന്ന് വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ യേശുവിന് ഒരു അത്ഭുതവും പ്രവർത്തിക്കാൻ സാധിച്ചില്ല. നാം തിരിച്ചറിയണം, വചനമാകുന്ന യേശുക്രിസ്തുവിനെ നാം വിശ്വസിക്കുമ്പോഴാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഇന്നും യേശുക്രിസ്തുവിനെ ദൈവമായി വിശ്വസിക്കാൻ കഴിയാത്ത അനേകം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം തിരിച്ചറിയണം, വചനമാകുന്ന യേശുക്രിസ്തുവിനെ ദൈവമായി നാം വിശ്വസിക്കുമ്പോൾ അത് ഏറ്റുപറയുമ്പോഴാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായം അതിൻ്റെ 45 വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയാണ്, കർത്താവ് എന്നോട് അരുളി ചെയ്തത് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധയമ്മ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായി സകല തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുവാൻ തക്കവണ്ണം ഒരു അനുഗ്രഹമായി തീരാൻ കാരണം ദൈവം തന്നോട് പറഞ്ഞ വാക്കിൽ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും? അത്ഭുതമായി, അതിശയമായി ദൈവത്തിൻ്റെ മാലാഖയോട് ചോദിച്ചുവെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞപ്പോൾ അതിൽ വിശ്വസിക്കാൻ ആ പരിശുദ്ധ ദൈവമാതാവിന് സാധിച്ചു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ, ഈ കേൾക്കുന്ന വചനത്തിൽ വിശ്വസിക്കുമ്പോഴാണ്
ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വർഷങ്ങളായി ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും ജീവിതത്തിലൊരു മാറ്റമില്ല, ഒരു അഭിവൃദ്ധിയില്ല, ഉയർച്ചയില്ല, സൗഖ്യവും സന്തോഷവും സമാധാനവും പ്രാപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ മൂല കാരണം വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരായി തീരുന്നു എന്നുള്ളതുകൊണ്ടാണ്. വചനം കേൾക്കുക മാത്രം ചെയ്യാതെ കേൾക്കുന്ന വചനം വിശ്വസിക്കണം. ദൈവം എന്നോട് സംസാരിക്കുന്നു, ഈ വചനം എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വചനത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ തടസ്സം എന്ന് പറയുന്നത് അവിശ്വാസമാണ്. യേശുവിൻ്റെ സ്വന്തം ദേശത്ത് യേശുവിന് അത്ഭുതം പ്രവർത്തിക്കാൻ തടസ്സം അവരുടെ അവിശ്വാസമായിരുന്നുവെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ തടസ്സം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അവിശ്വാസമാണ് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിൽ അങ്ങ് വിശ്വസിക്കണം. കർത്താവായ യേശുക്രിസ്തു സകലത്തിനും മതിയായവനാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്, അവൻ നിത്യനായ ദൈവമാണ്. ഇത് നമുക്കറിയാം. പക്ഷെ അത് വിശ്വസിക്കുമ്പോഴാണ് അത്ഭുതമായി മാറുന്നത്. എന്താണ് വിശ്വാസം എന്ന് നമുക്കറിയാം. കാണപ്പെടാത്തത് കാണുന്നതാണ് വിശ്വാസം. കാണപ്പെടാത്ത യേശുക്രിസ്തുവിനെ, വചനമാകുന്ന യേശുക്രിസ്തുവിനെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ട് അത് പ്രാപിക്കുന്നതാണ് അനുഗ്രഹം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുവാൻ, വിശ്വാസത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ അനേകം ധ്യാനങ്ങളിൽ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കാൻ കാരണം വചനം കേട്ട് അത് വിശ്വസിക്കുമ്പോൾ മാത്രമാണ്. ഒരിക്കൽ ഒരു പ്രിയ മാതാവ് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, ധ്യാനം കൂടുവാൻ കടന്നു വന്നു. വളരെ വേദനയോടെ, ഭാരത്തോടെയാണ് പ്രിയ മാതാവ് വചനം കേൾക്കാൻ കടന്നു വന്നത്. ആ ധ്യാനത്തിൽ കടന്നു വന്ന ദിവസം തന്നെ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ ദൈവം എന്തിനാ എന്നോടിങ്ങനെ ചെയ്തത്? എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന, പള്ളിയിൽ പോകുന്ന, എല്ലാ നോമ്പും കൃത്യമായി നോക്കുന്ന ഒരു ഭക്ത ജീവിതം നയിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എന്തിനാ ദൈവം ഇങ്ങനെ പ്രവർത്തിച്ചത്? ഞാൻ ചോദിച്ചു, പ്രിയ മാതാവിന് ചോദിച്ചു, എന്ത് പറ്റി അമ്മച്ചി, എന്താ പ്രശ്നം? അപ്പോൾ പ്രിയ മാതാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു ബ്രസ്റ്റിൽ ക്യാൻസറാണ്. ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുക, ഓപ്പറേഷൻ ചെയ്യാതെ, മുറിച്ചു മാറ്റാതെ മറ്റൊരു നിവൃത്തിയില്ല. ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുന്ന അവയവത്തിൽ നിന്ന് മറ്റു കോശങ്ങളിലേക്ക്, മറ്റു അവയവങ്ങളിലേക്ക് ക്യാൻസർ രോഗം പടരാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ കണ്ടുപിടിച്ച എളുപ്പവഴിയാണ് ആ ക്യാൻസർ ബാധിച്ച അവയവം മുറിച്ചു മാറ്റുക, അല്ലെങ്കിൽ കരിച്ചു കളയുക, അല്ലെങ്കിൽ ക്യൂമോ ചെയ്യുക. ഓപ്പറേഷൻ അല്ലാതെ മറ്റ് നിവൃത്തിയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുക. ഡോക്ടർമാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കൊരു പരിധിയുണ്ട്, ഞങ്ങൾക്കൊരു പരിമിതിയുണ്ട്. ഈ പ്രിയ മാതാവ് വലിയ വേദനയോട് പറഞ്ഞു, ഞാൻ എൻ്റെ ശരീരത്തിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള പേടി മാറാൻ വേണ്ടിയാണ് ഞാൻ ധ്യാനം കൂടാൻ കടന്നു വന്നത്. ഈ പ്രിയമാതാവ് രോഗസൗഖ്യം ലഭിക്കാൻ വേണ്ടിയല്ല, രോഗം മാറാനുള്ള പേടി മാറാൻ, ഭയം മാറാൻ വേണ്ടി ധ്യാനം കൂടാൻ കടന്നു വന്നിരിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ പ്രിയമാതാവ് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഡോക്ടർമാർ പറയുന്ന പോലെയല്ല ദൈവം പറയുന്നത്. ഡോക്ടർമാർ പറയും ഞങ്ങൾക്കൊരു പരിമിതിയുണ്ട്, ഞങ്ങൾക്കൊരു പരിധിയുണ്ട്. എല്ലാം കഴിയുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. എന്നാൽ ദൈവം പറയുന്ന അങ്ങനെയല്ല. ഈ പ്രിയമാതാവ് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രിയമാതാവിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചൊരു വചനമുണ്ട്. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യം. അവിടെ വചനം പറയുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ കർത്താവാകുന്നു, എനിക്ക് കഴിയാത്ത, എനിക്ക് അസാധ്യമായ എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പ്രിയ മാതാവ് അത്ഭുതപ്പെട്ടു പോയി. ഡോക്ടർമാർ പറയുന്നത് ഞങ്ങൾക്കൊരു പരിധിയുണ്ട്, ഞങ്ങൾക്കൊരു പരിമിതിയുണ്ടെന്നാ. എന്നാൽ ദൈവം പറയുന്നത് എനിക്കൊരു പരിധിയില്ല, എനിക്കൊരു പരിമിതിയില്ല. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല, ദൈവത്തിന് പരിധിയില്ല, പരിമിതിയില്ല എന്ന് ഈ പ്രിയമാതാവ് തിരിച്ചറിഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽപാദത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഇങ്ങനെ പറഞ്ഞു, കർത്താവായ യേശുവേ, എൻ്റെ രോഗത്തിന് സൗഖ്യം നൽകാൻ, എൻ്റെ ബ്രസ്റ്റിൽ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ രോഗത്തിന് സൗഖ്യം നൽകാൻ ഈ ലോകത്തിൽ ഡോക്ടർമാർക്കോ വൈദ്യശാസ്ത്രത്തിനോ സാധ്യമല്ല, എന്നാൽ നിനക്ക് സാധിക്കും. നീ അത്ഭുത മന്ത്രിയ, നീ വീരനാം ദൈവമാ, നീ സമാധാനത്തിൻ്റെ പ്രഭുവാ, നീ നിത്യനായ ദൈവമാണ്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് സർവശക്തനായ ദൈവം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൻ്റെ മുന്നിൽ വിശ്വസിച്ച ഈ പ്രിയമാതാവ് പറഞ്ഞു, കർത്താവായ യേശുവേ, ഈ ലോകത്തിൽ എനിക്ക് സൗഖ്യം നൽകാൻ നിനക്കല്ലാതെ ഒരു ഡോക്ടർമാർക്ക് വൈദ്യശാസ്ത്രമോ സാധ്യമല്ല. ഈ പ്രിയമാതാവ് ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ധ്യാനത്തിൽ വിശ്വാസത്തോടെ വചനം കേട്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനത്തിൽ പങ്കെടുത്തു. ധ്യാനത്തിൻ്റെ അവസാനത്തെ ശുശ്രൂഷ, ധ്യാനത്തിനുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്ത് ഈ പ്രിയമാതാവ് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു ക്യാൻസർ രോഗിയായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്, എൻ്റെ ഒരു ബ്രസ്റ്റിൽ ക്യാൻസറാണ്,
കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ വിധി എഴുതി ഓപ്പറേഷൻ ഇല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല, ഓപ്പറേഷൻ ചെയ്യാനുള്ള പേടി മാറാൻ വേണ്ടി ഞാൻ ധ്യാനം കൂടാൻ കടന്നു വന്നത്. എന്നാൽ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ, വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഡോക്ടർമാർ പറയുന്ന പോലെയല്ല ദൈവം പറയുന്നത്. ദൈവം പറയുന്നത്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? ഈ വചനത്തിൻ്റെ മുന്നിൽ ഞാൻ വിശ്വസിച്ചു. ഞാൻ ഇന്ന് ഏറ്റുപറയുകയാണ്, എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം നൽകി, എൻ്റെ യേശു എനിക്ക് സൗഖ്യം നൽകി. അവൻ്റെ അടിപ്പിടരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അവൻ്റെ മുറിവിനാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ ക്യാൻസർ രോഗിയായിട്ടാണ് കടന്നു വന്നത്, എന്നാൽ ഇപ്പോൾ ഞാൻ ക്യാൻസർ രോഗിയല്ല, എൻ്റെ യേശു എനിക്ക് സൗഖ്യം നൽകി. ആ പ്രിയ മാതാവ് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞു. ആ ധ്യാനത്തിലുണ്ടായിരുന്ന പലർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഈ പ്രിയ മാതാവ് വിശ്വാസത്തോടെ ഈ അനുഭവത്തിൽ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന സമയം മക്കൾ പറഞ്ഞ സമയത്ത്, ഡോക്ടർമാർ പറഞ്ഞ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ ഡോക്ടർമാർ പറഞ്ഞ സമയത്ത് ഈ പ്രിയമാതാവിനെ ഓപ്പറേഷൻ വിധേയമാക്കി. ഡോക്ടർമാർ പറഞ്ഞ സമയത്ത് ഈ പ്രിയമാതാവിൻ്റെ ക്യാൻസർ ബാധിച്ച അവയവം മുറിച്ചു മാറ്റി ബയോപ്സിക്ക് അയച്ചു. ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർമാർ ആദ്യം ഞെട്ടിപ്പോയി. കാരണം അവർ മുറിച്ചു മാറ്റിയ ക്യാൻസർ ബാധിച്ച അവയവത്തിൽ ക്യാൻസറിൻ്റെ ഒരു അംശം പോലുമില്ല. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു അത്ഭുത സൗഖ്യം നൽകിയത് അവരറിഞ്ഞിരുന്നില്ല. എന്നാൽ അവർക്ക് ഭയമായി. കാരണം ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണോ, ഇനി അവയവം മാറിപ്പോയതാണോ, അവർക്ക് അബദ്ധം പറ്റിയതാണോ? അവർ ഈ പ്രിയ മാതാവിനെ ഹോസ്പിറ്റലിൽ വിളിച്ചു വരുത്തി. ഡോക്ടർമാരുടെ ചെലവിൽ ഓൾ ബോഡി സ്കാൻ ചെയ്തു. ശരീരം മുഴുവൻ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ വിധി എഴുതി, ഈ പ്രിയ മാതാവിൻ്റെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു അംശം പോലുമില്ല. കർത്താവിന് വചനം പറയുകയാണ്, ഞാൻ സർവശക്തനായ ദൈവമാണ്. ദൈവം പറയുകയാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ വചനത്തിൽ വിശ്വസിച്ച ആ പ്രിയ മാതാവിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കാണുമ്പോഴാണ് വിശ്വസിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എൻ്റെ രോഗത്തിന് കർത്താവ് സൗഖ്യം നൽകി. ഇപ്പോൾ ഞാൻ രോഗിയല്ല, അവൻ്റെ മുറിവിനാൽ, അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള വചനത്തിൽ വിശ്വസിക്കുമ്പോൾ, അത് ഏറ്റുപറയുമ്പോൾ സൗഖ്യമാണ്. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ തടസ്സം, ദൈവത്തിന് അനുഗ്രഹിക്കാൻ തടസ്സം എന്ന് പറയുന്നത് നാം ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. കർത്താവിൻ്റെ വചനം ഇല്ലെന്നുള്ളതാണ്. ദൈവം പറയുന്ന വാക്കിനെ വിശ്വസിക്കുമ്പോൾ അത്ഭുതമാണ്, അനുഗ്രഹമാണ്. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു സഹോദരൻ 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുങ്ങളില്ലാതെ ഈ മനുഷ്യൻ വളരെ വേദനയോടെ, ഭാരത്തോടെ 15ാമത്തെ വർഷവും ചികിത്സിച്ചുകൊണ്ടിരിക്കുക. സാധാരണ ഒരു വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ വന്നാൽ ആദ്യം കുറേ വർഷങ്ങൾ ആളുകൾ ചോദിക്കും, ആർക്കാ കുഴപ്പം, എന്താ കുഴപ്പം? പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ആരും ചോദിക്കില്ല, ഒരു ദയനീയമായ ഒരു നോട്ടമായിരിക്കും. ഈ മനുഷ്യൻ 15 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വളരെ വേദനയോടെ ഇരിക്കുന്ന മനുഷ്യൻ, പോകാത്ത ആശുപത്രിയില്ല, കാണാത്ത ഡോക്ടർമാരില്ല, 15 വർഷമായിട്ടും ചികിത്സിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഡോക്ടർമാർ ഒരു വിധി എഴുതി, ഈ മനുഷ്യൻ്റെ ജീവിതങ്ങളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല. ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞു, ഇനി ഒരു കുഞ്ഞുണ്ടാകാൻ ഒരു സാധ്യതയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ ആ മനുഷ്യൻ ആ നിമിഷമാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇനി എന്താണ് ഒരു വഴി? എന്നാലൊരു ധ്യാനം കൂടാം, വചനം കേൾക്കാം. ഇന്ന് പലപ്പോഴും പലരും അങ്ങനെയാണ്. ഇന്ന് എല്ലാ വാതിലും അടഞ്ഞു കഴിയുമ്പോൾ, എല്ലാ പിടിവള്ളിയും വിട്ട് കഴിയുമ്പോഴാണ് എന്നാലൊരു ധ്യാനം കൂടാം, എന്നാലൊന്ന് വചനം കേൾക്കാം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി ധ്യാനം കൂടാൻ പലരും ധ്യാനത്തിനായിട്ട് കടന്നു വരുന്നത്. ഇതുപോലെ ഈ മനുഷ്യൻ ഡോക്ടർമാർ ഉപേക്ഷിച്ചപ്പോൾ, വൈദ്യശാസ്ത്രം കൈവിട്ടപ്പോൾ, എല്ലാ വാതിലും അടഞ്ഞപ്പോൾ, എല്ലാ പിടിവള്ളിയും വിട്ട് കഴിഞ്ഞപ്പോൾ എന്നാലൊന്ന് ധ്യാനം കൂടാമെന്ന് പറഞ്ഞ മനുഷ്യൻ ധ്യാനത്തിനായി കടന്നു വന്നു. വളരെ വേദനയോടെ, ഭാരത്തോടെ കടന്നു വന്നു. കാരണം 15 വർഷമായിട്ട് ചികിത്സിച്ചിട്ടും സാധ്യമാകാത്ത, വളരെ വേദനയോടെ, ഭാരത്തോടെ ഈ മനുഷ്യൻ ഒരു കുഞ്ഞിന് വേണ്ടി ദാഹത്തോടെ വചനം കേൾക്കാൻ കടന്നു വന്നിരിക്കുക. ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഡോക്ടർമാർ പറയുന്ന പോലെയല്ല ദൈവം പറയുന്നത്. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു. സങ്കീർത്തന പുസ്തകം 127 സങ്കീർത്തനം അതിന് 3-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, മക്കൾ ദൈവം നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ്. ഈ വചനം കേട്ടപ്പോൾ ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. അതുവരെ ആ മനുഷ്യൻ ചിന്തിച്ചിരുന്നത് മക്കളെന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിൻ്റെ ദാനമാണ്, മക്കളെന്ന് പറയുന്നത് ഡോക്ടർമാരുടെ സമ്മാനമാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ 15 വർഷമായി പോകാത്ത ആശുപത്രിയില്ല, കാണാത്ത ഡോക്ടർമാരില്ല, ചികിത്സിക്കാത്ത വൈദ്യന്മാരില്ല. എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണ്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽപാദത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവായ യേശുവേ, എൻ്റെ ജീവിതങ്ങളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ നൽകാൻ നിനക്കല്ലാതെ ഈ ലോകത്തൊരു വൈദ്യശാസ്ത്രത്തിനോ ഡോക്ടർമാർക്കോ സാധ്യമല്ല. കർത്താവായ യേശുവേ, അവിടുത്തെ കരങ്ങളിലേക്ക് എന്നെ എൻ്റെ ജീവിതപങ്കാളി സമർപ്പിക്കുക. പൂർണ്ണമായിട്ടും ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഡോക്ടർമാർക്ക് അസാധ്യമായത്, വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായത് എൻ്റെ ദൈവത്തിന് സാധ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽപാദത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുമുറിവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സംഭവിച്ചെന്നറിയാമോ? പിറ്റേ വർഷം
16-ാമത്തെ വർഷം സ്വർഗത്തിലെ ദൈവം ഒരു ആൺകുഞ്ഞിനെ നൽകി ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇന്ന് ആ മകന് 5 വയസ്സ് പ്രായമായി. സ്വർഗത്തിലെ ദൈവം തൻ്റെ അത്ഭുതകരം പ്രവർത്തിച്ചു. നാം പലപ്പോഴും തിരിച്ചറിയണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും സാധ്യമാകാത്തതിൻ്റെ കാരണം ദൈവവചനത്തിൽ നാം വിശ്വസിക്കാതെ ലോകത്തിൻ്റെ പിന്നാലെ, വൈദ്യശാസ്ത്രത്തിൻ്റെ പിന്നാലെ നാം ഓടുകയാണ്. എന്നാൽ ഒരു കാര്യം തിരിച്ചറിയണം, വൈദ്യന്മാരെയും മരുന്നിനെയും സൃഷ്ടിച്ച് ദൈവമാണ്. ഡോക്ടർമാരുടെ ഡോക്ടറായ, വൈദ്യന്മാരുടെ വൈദ്യനായി കർത്താവായ യേശുക്രിസ്തുവിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് നാം വിശ്വസിക്കുമ്പോഴാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഈ വചനം ജീവിക്കുന്ന വചനമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് കർത്താവായ യേശുക്രിസ്തു വചനം അയച്ചാണെങ്കിൽ ഇന്നും യേശു അത്ഭുതം പ്രവർത്തിക്കുന്നത് വചനത്തിലൂടെയാണെന്ന് നാം വിശ്വസിക്കണം. ഈ വിശ്വാസത്തിലൂടെയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഒരിക്കൽ ഒരു വ്യക്തിപരമായ ഒരു സഹോദരനെ പരിചയപ്പെടുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഒരു ശുശ്രൂഷയിൽ ഞങ്ങൾ അവസാനം പാട്ടെല്ലാം പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ആ ശുശ്രൂഷയുടെ ഏറ്റവും പുറയിൽ സ്വയം മറന്ന് ആനന്ദിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുക. ഈ മനുഷ്യൻ്റെ ഒന്ന് പരിചയപ്പെടണം. ഈ മനുഷ്യൻ പരിചയപ്പെടുന്ന വലിയ ദാഹത്തോടെ ഈ മനുഷ്യൻ്റെ അരികിൽ ഞാൻ കടന്നു ചെന്നു. മനുഷ്യനെ കണ്ടാൽ ഒരു ധനാഢ്യനായ മനുഷ്യനാണ്. മനുഷ്യൻ്റെ വസ്ത്രദാനം കണ്ടാൽ അറിയാം ഈ മനുഷ്യൻ്റെ സമ്പന്നനായ മനുഷ്യനാണ്. ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദര, നിങ്ങൾ എങ്ങനെയാണ് ഈ ദൈവത്തെ രുചിച്ചറിഞ്ഞത്? കാരണം മനുഷ്യൻ ദൈവത്തെ പാടി ആരാധിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ മനുഷ്യൻ ചുമ്മാ ദൈവത്തെ പാടി ആരാധിക്കുകയല്ല, ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ചാണ്, ദൈവത്തെ രുചിച്ചറിഞ്ഞാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഞാൻ ചോദിച്ചു, സഹോദര, നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തെ രുചിച്ചറിഞ്ഞത്? അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, കടബാധ്യത വന്നപ്പോഴാണ് ഞാൻ ദൈവത്തെ രുചിച്ചറിഞ്ഞത്. ഇത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. കഴിഞ്ഞ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ അനേകം പേര് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഞാൻ പരിശോധിക്കുമ്പോൾ ഒരു കാരണം ഇതാണ്: ആത്മഹത്യ ചെയ്യാൻ കാരണം കടബാധ്യതയാണ്. ഞങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവരുടെ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? അവർ പറയും, ഞങ്ങളിൽ 1 അല്ല 2 പേര് ആത്മഹത്യ. എന്താ കാരണം? മിക്കവാറും ആത്മഹത്യയുടെ മൂല കാരണം പരിശോധിക്കുമ്പോൾ കടബാധ്യതയാണ്. ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു, മോളെ, നിൻ്റെ വീട്ടിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? അവൾ പറഞ്ഞു, ഉണ്ട്, എൻ്റെ അപ്പ ആത്മഹത്യ ചെയ്തു. ഞാൻ ചോദിച്ചു, എന്താ കാരണം? നിൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താ? അവൾ വേദനയോട് പറഞ്ഞു, എൻ്റെ പപ്പയ്ക്ക് ഒരു 15,000 രൂപ കടബാധ്യത ഉണ്ടായിരുന്നല്ലാതെ വേറെ മറ്റൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. എൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്യാൻ കാരണം 15,000 രൂപ കടബാധ്യതയാണ്. എനിക്ക് അത്ഭുതം തോന്നി. 15,000 രൂപ കടബാധ്യത മനുഷ്യൻ ആത്മഹത്യ ചെയ്യുക. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം പരിശോധിക്കണം. കടബാധ്യത വരുമ്പോൾ പലരും ചിന്തിക്കുന്നത്, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിച്ചു കളഞ്ഞേക്കാം. ഒരിക്കൽ ഞാനൊരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭവനത്തിലെ കുടുംബനാഥ ബോധം കെട്ട് താഴെ വീണു. വെള്ളം തെളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ആ സഹോദരി ചോദിച്ചു, സഹോദരി, എന്ത് പറ്റി? നിങ്ങളുടെ മനസ്സിൽ താങ്ങാൻ കഴിയാത്തൊരു ഭാരമുണ്ടല്ലോ, എന്താ നിങ്ങളുടെ പ്രശ്നം? ആ സഹോദരി വളരെ വേദനയോടെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഇന്നലെ രാത്രി ഞാനും എൻ്റെ ഭർത്താവും 3 പെൺമക്കളും കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുക. ആ പ്രിയ കുടുംബത്തിലാണെന്ന് രാവിലെ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു ചെന്നത്. ഞാൻ ചോദിച്ചു, സഹോദരി, എന്താ കാരണം? നിങ്ങൾ കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുക്കാൻ കാരണം എന്താ? ആ സഹോദരി പറഞ്ഞു, എനിക്ക് 2 ലക്ഷം രൂപ, ഞങ്ങൾക്ക് കുടുംബത്തിന് 2 ലക്ഷം രൂപ കടബാധ്യതയുണ്ട്. 2 ലക്ഷം രൂപ കടബാധ്യത വന്ന ആ കുടുംബം തീരുമാനമെടുത്തിരിക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് കടബാധ്യത വരുന്നവരാണ്. ഇന്ന് കടബാധ്യത വരുമ്പോൾ കുടുംബമായി ആത്മഹത്യ ചെയ്യുക. എന്നാൽ ഒരു കാര്യം തിരിച്ചറിയണം, ഈ കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന സർവ്വസമ്പന്നനായ, സർവ്വശക്തനായ, അത്ഭുത മന്ത്രിയായ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, ഈ വചനം അറിയാത്തത് കൊണ്ടാണ്, ഈ വചനം കേൾക്കാത്തത് കൊണ്ടാണ്, വചനം വിശ്വസിക്കാത്തത് കൊണ്ടാണ് പലരും ഇന്ന് മരണത്തെക്കുറിച്ച്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇന്ന് പലപ്പോഴും പലരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുക്കാൻ കാരണം എന്നെ സഹായിക്കാൻ, എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്നുള്ളൊരു തോന്നലാണ്. ഈ മനുഷ്യൻ പറയുകയാണ്, കടബാധ്യത വന്നപ്പോഴാണ് ഞാൻ ദൈവത്തെ രുചിച്ചറിഞ്ഞത്. എനിക്ക് അത്ഭുതമായി. അനേകം പേര് കടബാധ്യത വരുമ്പോൾ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ആത്മഹത്യ ചെയ്യുമ്പോൾ, ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ കടബാധ്യത വന്നപ്പോഴാണ് ദൈവത്തെ രുചിച്ചറിഞ്ഞത്. ഞാൻ ചോദിച്ചു, സഹോദര, നിങ്ങൾക്ക് എത്ര രൂപ കടബാധ്യത ഉണ്ടായിരുന്നു? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് 12 രൂപയായിരുന്നു കടബാധ്യത. ഞാൻ 12 രൂപ എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു 12 ലക്ഷം രൂപയായിരിക്കും. ഞാൻ ചോദിച്ചു, 12 ലക്ഷം രൂപയാണോ? ആ മനുഷ്യൻ പറഞ്ഞു, 12 ലക്ഷമല്ല, 12 കോടി രൂപ. 12 കോടി രൂപ കടബാധ്യതയുള്ള മനുഷ്യൻ സ്വയം മറന്ന് ആനന്ദിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുകയാണ്. ഞാൻ ചോദിച്ചു, സഹോദരൻ, നിങ്ങൾക്കിതെങ്ങനെ സാധിക്കുന്നു? ഇന്ന് പലരും 10,000 15,000 രൂപ കടബാധ്യത വരുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ, ഈ മനുഷ്യൻ
10,000 12,000 12 ലക്ഷമല്ല, 12 കോടി രൂപ കടബാധ്യതയുള്ള ഈ മനുഷ്യൻ സ്വയം മറന്ന് ആനന്ദിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുക. ഞാൻ ചോദിച്ചു, സഹോദരൻ, നിങ്ങൾക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? ആ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു 2-3 കോടി രൂപയാണ് കടബാധ വന്നിരുന്നെങ്കിൽ എന്നെ സഹായിക്കാൻ എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും എന്നെ സഹായിച്ചേനെ, എൻ്റെ കൂട്ട് ബിസിനസ്സുകാർ ആരെങ്കിലും എന്നെ സഹായിച്ചേനെ. ഒരു 5-6 കോടി രൂപയാണ് കടബാധ വന്നിരുന്നെങ്കിൽ ഏത് ബാങ്കുകൾ, ലോക ബാങ്കുകൾ എന്നെ സഹായിച്ചേനെ. എന്നാൽ ആർക്കും സഹായിക്കാൻ കഴിയാത്ത 12 കോടി രൂപ കടബാധ്യത വന്നപ്പോഴാണ് എന്നെ സഹായിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെ ഞാൻ കണ്ടെത്തിയത്. ഇന്ന് പലപ്പോഴും നാം തിരിച്ചറിയണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സത്യദൈവത്തെ വചനത്തിലൂടെ കണ്ടെത്താത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാത്തത്. എന്നെ സഹായിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നൊരു സത്യം നാം തിരിച്ചറിയണം. ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പലപ്പോഴും ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഫ്ലൈറ്റിലാണ്, വിമാനത്തിലാണ്. കാരണം എൻ്റെ യാത്ര മുഴുവൻ വിദേശ രാജ്യങ്ങളിലാണ്, എൻ്റെ ബിസിനസ് മുഴുവൻ വിദേശ രാജ്യങ്ങളിലാണ്. ഞാൻ എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ കഴിവിൽ അധ്വാനിച്ച് കോടികൾ സമ്പാദിച്ചു. എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത നിലയിൽ ഞാൻ ഉയർന്നു. കോടികൾ എനിക്ക് സമ്പാദിക്കാൻ എനിക്ക് സാധിച്ചു. എൻ്റെ ബുദ്ധിയുടെ തലത്തിൽ, എൻ്റെ കഴിവിൽ ഞാൻ അഹങ്കരിച്ചു, ജീവിച്ചു. എന്നാൽ സംഭവിച്ചാൽ ദൈവത്തെ കൂടാതെ, വചനമനുസരിക്കാതെ, എൻ്റെ ബുദ്ധിയുടെ തലത്തിൽ, എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം തകർന്ന് അവസാനം ഒന്നുമില്ലാതായെന്ന് മാത്രമല്ല, എനിക്ക് 12 കോടി രൂപ കടബാധ്യത വന്നപ്പോഴാണ് ഈ സർവശക്തനായ ദൈവത്തെ കണ്ടെത്താൻ സാധിച്ചത്. ഈ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മനുഷ്യന് പലതും അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് അസാധ്യമെന്നൊന്നില്ല. ഈ സത്യം നാം തിരിച്ചറിയണം. ഈ സത്യം തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ഈ കേൾക്കുന്ന വചനത്തിൽ വിശ്വസിക്കണം. ഈ വചനം കേൾക്കാതെ, ഇത് വിശ്വസിക്കാതെ എങ്ങനെ ഈ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും? ഇന്ന് പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തകർച്ചകളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ, കഷ്ടതയുണ്ടാകുമ്പോൾ, ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ, ലോകപ്രകാരം ബുദ്ധിയുടെ തലത്തിൽ നാം ചിന്തിക്കും, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് ചിന്തിച്ച് പലപ്പോഴും ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്ന, ജീവിതം വേദന അനുഭവിച്ച് നരകതുല്യമായ ജീവിതം നയിക്കുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിലൊരു വ്യക്തിയാണോ ഞാനെന്ന് പരിശോധിക്കണം. ആണെങ്കിൽ ഇന്ന് ഈ വചനത്തിൻ്റെ മുന്നിൽ ഒരു തീരുമാനമെടുക്കണം. ഞാൻ ദൈവത്തിൻ്റെ വചനം വായിച്ച് കേട്ടതിൽ വിശ്വസിക്കും. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കും. എൻ്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ കേൾക്കുമ്പോൾ, ഈ കേൾക്കുന്ന വചനം വിശ്വസിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുകയാണ്, അത്ഭുതമായി മാറുകയാണ്. യേശുവിൻ്റെ സ്വന്തം ദേശത്ത് യേശുവിന് ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയാത്തത് അവരാരും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിൽ വന്ന ഓരോ വ്യക്തിയോടും യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ആരാണോ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, വചനമാകുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്, ഈ വചനത്തിൽ വിശ്വസിക്കുന്നത്, ആ വ്യക്തി ഒരു അനുഗ്രഹമായി മാറുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് അതിൽ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇന്നും വേദനയും ദുഃഖവും ദാരിദ്ര്യവും കഷ്ടതയും അനുഭവിക്കുന്നുവെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കാം. കർത്താവായ യേശുവേ, അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനമാകുന്ന കർത്താവായ യേശുക്രിസ്തുവേ, നിനക്കെൻ്റെ ജീവിതത്തിൽ അസാധ്യമായി ഒന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, സമാധാനത്തിൻ്റെ പ്രഭുവാണ്, നീ നിത്യനായ ദൈവമാണ്, നീ ഇന്നും ജീവിക്കുന്ന ഏക സത്യ നിത്യദൈവമാണ്. ഇത് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞാൽ ആ നിമിഷം അത്ഭുതമാണ്, ആ നിമിഷം സൗഖ്യമാണ്, ആ നിമിഷം വിടുതലാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ ഈ വചനത്തിൽ വിശ്വസിക്കുന്ന മുഖാന്തരമായി നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുകയാണ്, നിന്റെ തലമുറകൾ രക്ഷ പ്രാപിക്കുകയാണ്, നിന്റെ തലമുറകൾക്ക് നീ ഒരു അനുഗ്രഹമായി മാറുകയാണ്. അതുകൊണ്ട് ഈ വചനത്തിൽ വിശ്വസിക്കാം, ഈ വചനം വിശ്വസിച്ച് അതനുസരിക്കാം. അനുസരിക്കുന്നതിലൂടെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. ഒരു നിമിഷം കണ്ണുകടച്ച് കർത്താവിനെ ഏറ്റു പറയാം, കർത്താവേ, വചനമാകുന്ന യേശുവേ, നീ മാത്രമാണ് ഏക സത്യദൈവമെന്ന്, നീ കർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനമാകുന്ന യേശുക്രിസ്തുവേ, വചനമാകുന്ന ദൈവമേ, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ സകല പ്രശ്നത്തിനും നീ മതിയായവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർമാർക്ക് പലതും അസാധ്യമാണ്, വൈദ്യശാസ്ത്രത്തിന് പലതും അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് അസാധ്യമെന്നൊന്നില്ല. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്. ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന, അനേക നാളുകളായി ഞാൻ ഭാരപ്പെടുന്ന എൻ്റെ സകല പ്രശ്നത്തിനും യേശു മതിയായവനാണ്. അവൻ വചനമയച്ച് സൗഖ്യം നൽകുന്ന ദൈവമാണ്, അവൻ വചനമയച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നുവെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവിൻ
യേശുവേ മഹത്വം, യേശുവേ സ്തുതി. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനങ്ങളിലൂടെ, കർത്താവെ കേൾക്കുന്ന വചനങ്ങളിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം ഉളവാകുവാൻ, വിശ്വസിക്കുന്നതിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവിൻ നിൻ്റെ കൃപ അഭിഷേകമായി നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുത്തെ പരസ്യശുശ്രൂഷകാലത്ത് അവിടുത്തെ പ്രിയ ശിഷ്യന്മാർ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ബലഹീനരായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കേൾക്കുന്ന വചനത്തിലൂടെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വസിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി സംഭവിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിന് ഞാൻ ഒരു അനുഗ്രഹമായി മാറട്ടെ. തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം വചനം കേട്ട് അതിൽ വിശ്വസിച്ച് അനുസരിക്കുവാൻ തക്കവണ്ണം നിൻ്റെ കൃപ അഭിഷേകമായി നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുത്തെ വചനമാകുന്ന അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, വചനത്തിൽ വിശ്വസിച്ച പരിശുദ്ധി അമ്മേ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധി അമ്മേ, വചനമാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, വചനമാകുന്ന യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.